ഡ്രോണില് എങ്ങനെ ആനിമേഷൻ കൊടുക്കാന്ന് നോക്കാം. അവിടെ ഒരു വിങ് സെലക്ട് ചെയ്ത് അതിന്റെ സെറ്റ് കറക്റ്റ് ആക്കണേ. അവിടെ റൊട്ടേഷനിൽ പോയി നോക്കിയപ്പോ മൂവ്മെന്റ് കണ്ടില്ലേ, ക്ലിക്ക് ചെയ്ത് സെറ്റ് ഓപ്ഷനെ ജോമെട്രി കൊടുക്കുക. അങ്ങനെ മൂന്ന് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ടു ജോമെട്രി കൊടുക്കുക. ഇനി ഒന്ന് മൂവ് ആക്കുമ്പോൾ കറക്റ്റ് റൊട്ടേഷൻ. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, ഒരു റൈറ്റ് എം ടി ആഡ് ചെയ്തു. ദെൻ എം ടി ഒന്ന് നമ്മൾ സ്കെയിൽ ചെയ്യണേ. സ്കെയിൽ ചെയ്തതിനു ശേഷം എം ടിക്ക് എന്തെങ്കിലും റേറ്റിംഗ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഞാനത് പേരിട്ടു. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യാം, എം ടി ഒന്ന് ജസ്റ്റ് ഒന്ന് എന്റെ സെന്ററിലോട്ട് ആക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ സെന്ററിലോട്ട് വെച്ചു. ദെൻ എന്ത് ചെയ്തു, ഒരു വിങ്സ് സെലക്ട് ചെയ്താണ്ട് കൺസ്ട്രക്ട് പോയി കോപ്പി റൊട്ടേഷൻ കൊടുത്തു. ദെൻ എന്ത് ചെയ്തു, ഹെലികോപ്റ്റർ എടുത്താണ്ട് നമ്മൾ ആഡ് ചെയ്ത എം ടി നെയിം ഇട്ടാണ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, രണ്ട് എം ടി ഓൾറെഡി നമ്മളെ ഡ്രോണിന്റെ എം ടി ഉണ്ട്, നമ്മൾ ആഡ് ചെയ്ത എം ടി നമുക്ക് വേണ്ടേ. അങ്ങനെ ഞാൻ ആ പിക്ക് ചെയ്തു. ഓക്കെ, മാറിയത് ടൈറ്റിൽ തമ്മില്. ഇനി എന്ത് ചെയ്യാണ്, നമ്മള് 4 വിങ്സ്, ഓക്കെ, 4 വിങ്സ് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഫസ്റ്റ് കൊടുത്ത സംഭവം ആക്റ്റീവ് ആക്കണം. ഇത് നമ്മൾ കോപ്പി റൊട്ടേഷൻ കൊടുത്ത് അത് ലാസ്റ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇവിടെ കോപ്പി റൊട്ടേഷൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എം ടി ഒന്ന് മൂവ് ആക്കി 4 കറങ്ങും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യാം, ഫ്രെയിം എന്ന് ടൈപ്പ് ചെയ്താല് ആ ടൈം ലൈൻ ഫുള്ള് എൻഡ് വരെ എം ടിക്ക് നമ്മൾ കീ ഫ്രെയിം ഇല്ലാണ്ട് ആനിമേഷൻ കൊടുക്കാം. ഇങ്ങനെയാണ് ഡ്രോണിന്റെ വിങ്സ് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഷെയ്ഡിൽ പോയിട്ട് ഡ്രോണിന്റെ കളേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യാം, ഡ്രോൺ സെലക്ട് ചെയ്തു, ആ സംഭവം ഇവിടെ ഇൻഡു അടിച്ചാൽ അപ്പൊ ഒരു കളറും ഡ്രോണില്ല. ഇനി ന്യൂ ആ സംഭവം നമ്മൾ ഓപ്ഷൻ പ്രസ് ചെയ്ത് ഇവിടെ BSC കളേഴ്സിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അങ്ങനെയാണ് ഡ്രോണിന്റെ കളർ ചേഞ്ച് ആക്കുക. ഓക്കെ, നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഏത് ടൈപ്പ് കമന്റ് ചെയ്താൽ മതി. താങ്ക് യു.